ആ നിന്നുപോയ സെഷനാണ് കല്ലൂർ ഡെന്നിസ് എന്നെ വിളിക്കുകയും അടുത്തൊരു പടം ചെയ്യാൻ പറയും, ഒരു സബ്ജക്റ്റ് പറയുന്നു, ആ സബ്ജക്റ്റിൽ അന്നന്ന് പുള്ളി എഴുതി തരുന്ന ഒരു സാധനം വെച്ച് ഷൂട്ട് ചെയ്യാൻ പറയുകയും ചെയ്തു. അപ്പോൾ ആ ക്യാരക്ടർ അങ്ങനെ ആയിപ്പോയി. സുരേഷ് ഗോപിക്ക് അതിൽ ഭയങ്കര അമർഷം ഉണ്ടാകും, പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. പൈസയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുമോ? അതിനുവേണ്ടി മാത്രം ഞാൻ അതിനകത്ത് വഴങ്ങിക്കൊടുത്താണ്. അവിടുന്ന് എൻ്റെ ജീവിതം, എൻ്റെ മാനസികാവസ്ഥ തകരുകയാണ്. ഈ തോപ്പിൽ ഫാസി ഉൾപ്പെടെ അല്ലെങ്കിൽ പത്മനാഭ സാറ് ഭരതൻ്റെയൊക്കെ സ്കൂളിൽ പഠിച്ച ഒരാൾ ചെയ്ത പടം, സ്റ്റാർട്ടിങ് ചെയ്ത പടം സിറ്റി പോലീസ് പോലെയുള്ളൊരു പടം ചെയ്യേണ്ട ആളല്ലായിരുന്നു. അതിൽ പരാതിയുണ്ട്. അതിൽ എനിക്കും എന്നോട് തന്നെ ദേഷ്യമുണ്ട്. എന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് ഞാൻ ആരുടെയും മുമ്പിൽ കൈനീട്ടിട്ടില്ല ഇതുവരെ. ജീവിതത്തിൽ ഒരാളുടെയും മുമ്പിൽ പോയി ചാൻസ് ചോദിക്കുകയോ അല്ലെങ്കിൽ കൈനീട്ടുകയോ ചെയ്തിട്ടില്ല. യാദൃശ്യമായി വന്നതാണ് എല്ലാം. ഭരതേട്ടനെ മാത്രമേ ആദ്യമായി കാണാൻ ഞാൻ പോയിട്ടുള്ളൂ. പത്മനാഭ സാർ എന്നെ വിളിക്കുകയായിരുന്നു. അജയൻ പോയ ശേഷം എന്നെ വിളിക്കുകയായിരുന്നു. കൂടെ എവിടെയും അരപ്പട്ടക്കെട്ടി ഗ്രാമമൊക്കെ വർക്ക് ചെയ്തു. അതിന് വല്ലാത്ത എന്താ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ വിയോഗം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വളരെ വേദനാജനകമാണ്. കാരണം ലാസ്റ്റ് നിമിഷങ്ങളിലും എനിക്ക് മദ്രാസിൽ വെച്ച് അദ്ദേഹത്തെ കാണാൻ പറ്റി. അതൊരു വലിയ ഭാഗ്യമാണ്. അദ്ദേഹം എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അതാണ് ഞാനിപ്പം മനസ്സിൽ വിചാരിക്കുന്നത്. നമുക്കൊക്കെ ഓരോ യോഗങ്ങളുണ്ട്, നടക്കേണ്ടത് ആ സമയത്ത് നടക്കും. എന്നോട് പറഞ്ഞു, നിനക്ക് പടം ചെയ്യാൻ പറ്റും, പക്ഷേ ഇത്തിരി താമസം വരും എന്ന് എന്നോട് ഒരു പ്രഡിക്ഷൻ പോലെ അദ്ദേഹം പറഞ്ഞു. അതാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ സിറ്റി പോലീസ് ചെയ്യുമ്പോഴത്തേക്ക് നോ എന്ന് പറയാൻ പറ്റാതിരുന്നു എന്തുകൊണ്ടാണ്? സിനിമയിൽ അന്നത്തെ ഇന്നത്തെ സിനിമ മാതിരിയല്ല. സാമ്പത്തികമായ വളരെയേറെ പരാധീനകൾ അനുഭവിക്കുന്ന സമയമാണ് ഈ അസിസ്റ്റന്റ് ഡയറക്ടർ, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുകൾ ഒക്കെ. കാരണം ഏറ്റവും ലാസ്റ്റ് വരുമ്പോൾ പൈസ ഉണ്ടാവില്ല. അപ്പോൾ അവർക്കായിരിക്കും ഏറ്റവും കുറച്ച് പൈസ ഉണ്ട്. ഡെന്നിസ് ജോസഫിനോട് വന്ന ശേഷം എൻ്റെ സാമ്പത്തിക മാറിയത്, അത് പറയാതിരിക്കാൻ വയ്യ. ഞാൻ കുട്ടികളെ നന്നായി പഠിപ്പിച്ചതും ഒക്കെ അതുകൊണ്ടാണ്. പക്ഷേ എന്നിട്ട് പോലും എനിക്ക് ഈ അസിസ്റ്റന്റ് ഡയറക്ടർ വിട്ട് കഴിഞ്ഞ ശേഷം ജീവിക്കണമെങ്കിൽ വേറൊരു വഴിയില്ല. ആ സമയത്ത് പടം ചെയ്യാനുള്ള പടം മുടങ്ങിപ്പോയി. ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഒരു അനിശ്ചിതാവസ്ഥ. കുട്ടികളുടെ പഠിത്തം നോക്കണം, ഫാമിലി നോക്കണം, ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ വയ്യ, ഒരാളുടെ നേരെയും കൈനീട്ടി ചോദിക്കാൻ വയ്യ, ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ കല്ലൂർ ഡെന്നിസ് എന്നെ വിളിക്കുന്നു, നീ ഒരു പടം ചെയ്യും, വാ പടം ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കുകയും എൻ്റെ പടം മുടങ്ങിപ്പോയപ്പോൾ അത് ഒരു പടം ഞാൻ സുരേഷ് ഗോപിയുടെ ഡേറ്റ് വാങ്ങിക്കുന്നത് അങ്ങനെയാണ്. സുരേഷ് ഗോപിയുടെ 3 തലമുറയുടെ ഒരു കഥ. ആ കഥ പറഞ്ഞിട്ട് അത് ഞാനാണ് അതിൻ്റെ കഥ എഴുതിയത്. കഥ എഴുതി ഡെന്നിസും സിബി മലയിലും ആ വായിച്ചു കേട്ടാണ്. അപ്പോൾ നന്നായിരിക്കുന്നു എന്ന് അവർ പറഞ്ഞതാണ്. നീ ചെയ്യൂ, അത് നല്ല സംഭവമാണ്, ചെയ്യണമെന്ന്. പക്ഷെ അതൊക്കെ മാറിപ്പോയി. പിന്നെ പിൽക്കാലത്ത് തോന്നുമ്പോൾ സുരേഷ് ഗോപി കൊണ്ട് തോക്കടിപ്പിക്കണമെന്ന്, എന്നാലേ ഓടത്തുള്ളൂ പ്രൊഡ്യൂസേഴ്സ് പറയുന്നു, പിന്നെ ഇവർ പറയുന്നു. ആ പ്രൊഡ്യൂസർ പാട്ടൊക്കെ റെക്കോർഡ് ചെയ്തു മദ്രാസ് വെച്ച്. പാട്ടൊക്കെ റെക്കോർഡ് ചെയ്ത് 70M തിയേറ്ററിലാണ് പാട്ട് റെക്കോർഡ് ചെയ്തത്. മലയാള സിനിമയിൽ ഒട്ടനവധി പേരുണ്ടായിരുന്നു ഡയറക്ടേഴ്സ്. ശങ്കരൻ നായർ, പിന്നെ കൊച്ചിൻ ഹനീഫ, ഭരതേട്ടൻ, ജോഷിയേട്ടൻ, ശങ്കുണ്ണിയേട്ടൻ, ഇങ്ങനെ തുടങ്ങി കൈതപ്പുറം തുടങ്ങി പ്രതാപേന്ദ്രൻ, ഒത്തിരി പേരുണ്ടായിരുന്നു അന്ന് ആ ഫംഗ്ഷന്. എൻ്റെ ഇത് കാണുന്നത് ആ സമയത്ത് ആ പാട്ട് SP വെങ്കടേഷാണ് ചെയ്യുന്നത്. ദാസേട്ടൻ പാടുന്ന പാട്ട് SP വെങ്കടേഷ് ചെയ്യുന്ന സമയത്ത് എല്ലാം കഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസറെ കാണാനില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഞാനും ആ കുഴഞ്ഞു. ഞാൻ വിഷമിച്ചിരിക്കുന്ന SP വെങ്കടേഷ്, അതാണ് SP വെങ്കടേഷ് എന്നെ അയച്ചത്. ഞാൻ പറഞ്ഞ പ്രൊഡ്യൂസർ ഇല്ലേ, തെരിയില്ല, എங்கே പോയും തെരിയില്ല, നീ പരവായില്ല, നീ ഡയഗ്രാം വരക്ക, ഞാൻ പാത്രക്കടാ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അന്നേരം സ്പോട്ട് പേയ്മെൻറ്റായി. ഈ മ്യൂസീഷ്യൻസ് അവർക്കെല്ലാം കൊടുത്ത് ആ പാട്ട് റെക്കോർഡ് ചെയ്തു. അതോടെ നിന്നുപോയി. ആ നിന്നുപോയ സെഷനാണ് കല്ലൂർ ഡെന്നിസ് എന്നെ വിളിക്കുകയും അടുത്തൊരു പടം ചെയ്യാൻ പറയും, ഒരു സബ്ജക്റ്റ് പറയുന്നു, ആ സബ്ജക്റ്റിൽ അന്നന്ന് പുള്ളി എഴുതി തരുന്ന ഒരു സാധനം വെച്ച് ഷൂട്ട് ചെയ്യാൻ പറയുകയും ചെയ്തു. അപ്പോൾ ആ ക്യാരക്ടർ അങ്ങനെ ആയിപ്പോയി. സുരേഷ് ഗോപിക്ക് അതിൽ ഭയങ്കര അമർഷം ഉണ്ടാകും, പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് മാക്ത എന്ന് പറയുന്ന സംഘടന ഉണ്ടാകുന്നത് തന്നെ. ആ പടം നന്നായിട്ട് മറ്റത് നിർത്തിവെച്ചു. അപ്പം പുള്ളിക്ക് അറിയത്തില്ല, കഥ മാറിയ കാര്യമൊന്നും അറിയത്തില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് അത് ഇങ്ങനെ വന്നു. പിന്നെ ഞാനെന്ന് വെച്ചാൽ അത് ഒരു സ്ക്രിപ്റ്റ് വായിക്കും, ഞാൻ ഷൂട്ട് ചെയ്ത് അന്നത്തെ എൻ്റെ ഈ ഡെന്നിസ് ഇവരുടെ കൂടെ ഇരുന്നതിൻ്റെ ഒരു ശക്തിയിൽ അങ്ങനെ അങ്ങ് പോയത്. പടം നിർത്താൻ പല പ്രാവശ്യം നിർത്തിക്കളയാമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ എന്ത് സംഭവിച്ചത്, എൻ്റെ ജോണറിലുള്ള പടവേ അല്ലത്. ഞാൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു പടമാണ് ഞാൻ ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ജോണറിലുള്ള പടമല്ല. അപ്പം ഞാൻ ചെയ്യാൻ പോയത് പടം ഏതൊക്കെയാണ്? ഇസബെല്ല പോലുള്ള ചിത്രങ്ങളാണ് ഞാൻ ചെയ്യാൻ പോയിരുന്നത് ആദ്യകാലഘട്ടം. അപ്പോൾ അത് വിട്ടിട്ട് ഞാൻ വേറൊരു ഇതിലേക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഒരു കാരണം എനിക്ക് ജീവിച്ചു, എനിക്ക് പിടിച്ചു നിന്ന് പൈസയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുമോ? അതിനുവേണ്ടി മാത്രം ഞാൻ അതിനകത്ത് വഴങ്ങിക്കൊടുത്താണ്. അവിടുന്ന് എൻ്റെ ജീവിതം, എൻ്റെ മാനസികാവസ്ഥ തകരുകയാണ്.
ഒരു സുരേഷ് ഗോപി കാലം മനസ്സിലെ മനസ്സിലൂടെ എൻ്റെ ചെറുപ്പം മുഴുവൻ എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ എൻ്റെ ചെറുപ്പമാണ്. എനിക്ക് ഗ്രാജുവേഷൻ കഴിഞ്ഞ് റെയിൽവേ ജോലി കിട്ടുക അത് കളഞ്ഞിട്ടാണ് ഞാൻ സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്. അന്നത്തെ കാലത്തെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ പോലെ അല്ല. പൈസ ശരിയായി കിട്ടൂല, മദ്രാസിൽ പോയി കിടക്കണം, അന്ന് ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുകൾ അതിൻ്റെ പുറകിലുണ്ട്. അത് അനുഭവിച്ചവർക്കറിയാം. കിത്തൂനെ പോലുള്ളവരെ ചോദിച്ചാൽ അറിയാം, ജോർജ് കിത്തൂനെ അങ്ങനെയുള്ള അസോസിയേറ്റ് ഡയറക്ടേഴ്സിനെ ചോദിച്ചാൽ അറിയാം അന്നത്തെ കാലത്തെ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അതൊക്കെ തരണം ചെയ്ത് ജീവിച്ച് വന്നതിൻ്റെ ഒരു കാരണം, അപ്പോൾ ആ ഒരു സിനിമയോടുള്ള ഒരു പാഷൻ. അന്ന് എനിക്ക് വലിയ കാറുകളിൽ നടക്കാമെന്നോ ഫ്ലൈറ്റിൽ സഞ്ചരിക്കാമെന്നോ വലിയ വീടുകൾ വെക്കാമെന്നോ ഒന്നും അല്ല മോഹം. നല്ല സിനിമ ചെയ്യുക, അതാണ് മോഹം. അപ്പോൾ അവിടെ തെറ്റുമ്പോൾ മനസ്സിൻ്റെ താളം എത്രത്തോളം തെറ്റുമെന്ന് ആലോചിച്ചു. അവിടെ നിന്ന് പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. പിന്നെ വരുന്ന പ്രൊഡ്യൂസേഴ്സ്, അന്നത്തെ അതിനുശേഷം ആ വന്ന പ്രൊഡ്യൂസർ എൻ്റെ ഒക്കെ പറഞ്ഞു എന്താണെന്നറിയോ, ഞാൻ നിങ്ങൾക്ക് ഷൂട്ടിങ്ങിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം, ബാക്കിയെല്ലാം നിങ്ങൾ നോക്കണം. അങ്ങനെ ഞാനും ഇദ്ദേഹത്തിൻ്റെ കല്ലൂർ ഡെന്നിസിൻ്റെ ഒരു ഫ്രണ്ടും കൂടെ മദ്രാസിൽ പോവാണ്. മദ്രാസിൽ പോയിട്ട് എനിക്ക് പ്രസാദ് ലാബുമായിട്ട് രമേശ് സാറുമായിട്ട് നല്ല അടുപ്പമായിരുന്നു. കാരണം ഭരതേട്ടൻ്റെ പടങ്ങൾ ചെയ്തുകൊണ്ടിരുമ്പോൾ അതിന് ഭരതേട്ടൻ്റെ ഒക്കെ ചെല്ലി അല്ല പ്രസാദ് സാറിൻ്റെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് ഫിലിം വേണം ക്രെഡിറ്റിൽ നിന്ന്. അപ്പോൾ മാനേജറുണ്ട്, മാനേജർ മലയാളിയാണ്, അദ്ദേഹത്തിന് പറഞ്ഞു ഫിലിം കൊടുത്തിട്ട് എவ்வளோ വേണം കേട്ടിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ എന്നാ വിഷയമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് കൊച്ചു പൈസ വേണം. പൈസയാ? ഞാനെന്താ മറുപടിയാ? രമേഷ് സാർ എന്നോട് ചോദിച്ചാൽ ഞാനെന്താ മറുപടിയാ நினச்சே. அவன் ഞാൻ പറഞ്ഞു இல்லை சார், நான் ஷூட் பண்ண முடியாது, ஃபர்ஸ்ட் படம் நல்லா வரும், உங்களுக்கு தெரியல ഞാൻ ഭരത് സാറിൻ്റെ കൂടെ ഇവരുടെ വർക്ക് പണിയ ആൾ, അവരുടെ 3 ലക്ഷം രൂപ കടം വാങ്ങിച്ചുകൊണ്ട് വന്നാണ് ഇവിടെ ഒന്ന് ഷൂട്ട് ചെയ്യുന്നത്. ഈ ഫിലിമും കൊണ്ട് ഒരു ക്യാമറയും, അത് 2C ക്യാമറ സാലു ജോർജാണ്, ഒരു കാറ്, ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ചാണ് നമ്മൾ സിറ്റി പോലീസ് ഷൂട്ട് ചെയ്യുന്നത്. 18 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് തീർത്ത പടമാണ്. എല്ലാ സമയത്തൊക്കെ ഈ സുരേഷ് ഗോപിയുടെ സഹകരണം പൂർണ്ണമായിട്ടും ഉണ്ടായിരുന്നു. പുള്ളി സഹകരിച്ചു, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ചെറിയ പൊരുത്തക്കേടുകളുണ്ടായി, ഞങ്ങൾ തമ്മിൽ ചിലപ്പോൾ തെറ്റേണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്ത് അതാണ് ആ ഒരു സംഭവത്തിൻ്റെ ബേസിലാണ് കിത്തുവിൻ്റെ സിനിമയ്ക്ക് പ്രശ്നമുണ്ടായി സുരേഷ് ഗോപിയുടെ. ആ സമയത്താണ് ഈ മാക്ട എന്ന സംഘടന രൂപീകരിക്കാനുള്ള നമ്മൾ തീരുമാനം എടുക്കുന്നതും മാക്ട സംഘടന. പക്ഷേ സുരേഷ് ഗോപി ഞങ്ങളെ സഹായിച്ചു, മാക്ടയൊക്കെ സഹായിച്ചിട്ടുണ്ട് ഒരുപാട്. അതൊക്കെ മറന്നു. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ ഈ നമ്മുടെയൊക്കെ കരിയർ നമ്മളാണോ തീരുമാനിക്കുന്നത് എന്ന് ചോദിച്ചാൽ അറിയില്ല. അല്ല, ചുരുക്കി പറഞ്ഞ കുടുംബം പറ്റാൻ വേണ്ടി ആ പടം ചെയ്തു തീർച്ചയായിട്ടും. പക്ഷേ ഇന്നും എൻ്റെ പിൻബലമായി നിൽക്കുന്ന എൻ്റെ മക്കളും എൻ്റെ ഭാര്യയാണ്. പക്ഷെ ആ പടം അതിന് പ്രദർശന വിജയം നേടിയായിരുന്നു അത്യാവശ്യം. പിന്നെ നന്നായിട്ട് ഓടി. അത് തമിഴിലും തെലുങ്കിലും വിറ്റു. അത് തമിഴിലും വിറ്റു, തെലുങ്കിലും വിറ്റു. തമിഴിനടുത്ത് AVM-കാരാണ് എന്നെ വാങ്ങിച്ചത്. അത് 18 ലക്ഷം രൂപയായുള്ളൂ. അത് 75 ദിവസം ഓടി, പടം ഓടി. 25 ദിവസം നന്നായിട്ട് ഓടി. അന്ന് സൂപ്പർ ഹിറ്റ് പടമായിരുന്നു അന്ന്. പക്ഷേ അതിൽ വേണ്ട കാര്യങ്ങൾ ഒന്നും ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ല. നമ്മുടെ മനസ്സിലുണ്ട്, പക്ഷേ അതിനുള്ള സാഹചര്യമില്ല, സാമ്പത്തികമില്ല. ഞാൻ പറഞ്ഞില്ല, ഒരു 2C ക്യാമറയും ഒരു കാറും വെച്ചിട്ടാണ് ഞങ്ങൾ. പക്ഷേ എൻ്റെ കൂടെ നിന്ന 2 പേരെ എനിക്ക് മറക്കാതിരിക്കാൻ പറ്റില്ല. എൻ്റെ കൂടെ നിന്ന് ക്യാമറമാൻ, അദ്ദേഹം ക്യാമറ കയ്യിലെടുത്താണ് ഇത് വർക്ക് ചെയ്യുന്നത്. പല ഷോട്ടുകളും എടുക്കാൻ എന്നെ സഹായിച്ചത് സാലു ജോർജ്. ആൽവിൻ ആൻ്റണിയായിരുന്നു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്. ഒരു കാരണവശാലും ഈ പടം നിർത്താൻ അദ്ദേഹം സമ്മതിക്കില്ല. എൻ്റെ കൂടെ നിൽക്കുമായിരുന്നു, എന്നെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ 2 വ്യക്തികളെ എനിക്ക് മറക്കാൻ പറ്റില്ല.